ഹലോ ഗായ്സ്, ഞാൻ മാസിൻ. അങ്ങനെ നമ്മൾ ഒരു സ്റ്റാക്ക് സ്പ്രൂസ് ലോഗ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ടാക്സ് ഉണ്ടാക്കാം. ഞാനിത് എവിടേക്കാണ് പോണത്? നമ്മളിതിലുള്ള സ്റ്റിക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ തന്നെ 5 സ്റ്റിക്ക് ഉണ്ടല്ലേ. ലോക്ക് ഇതിന്ന് കുറച്ചെടുത്ത് ടാങ്ക്സ് ആക്കാം. ഇത്രയൊന്നും ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കണം. ഇത്ര വലിപ്പമൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കാൻ പോണേ. അതുകൊണ്ട് നമുക്ക് ഫുൾ ആവശ്യമില്ല. നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കാം. ഈ ആക്സ് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലോക്കിനെ സ്ട്രിപ്പ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു വലിയ കുഴി കുഴിക്കാം. ഒരു വലിയ കുഴി കുഴിക്കാം. ഇനി ആ വലിയ കുഴി കുഴിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. നമ്മളങ്ങനെ കുഴി കുഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ലോഗ് ഇനി ഒരു പാറ്റേണിൽ വയ്ക്കാം. അയ്യോ, മാറിപ്പോയി. അയ്യോ, മാറിപ്പോയി ഗൈസ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കാം. ടോർച്ചുണ്ടോ കയ്യിൽ? ടോർച്ചില്ല, കോളുണ്ട്. അപ്പം മേളിൽ പോയി ടോർച്ച് എടുത്തിട്ട് വരാം. മേളിൽ പോയി ടോർച്ച് എടുത്തിട്ട് വരാം ഗായ്സ്. ഇവിടെ ഭയങ്കര ഇരുട്ട്. ഇതിലുണ്ടാ? ഇവിടെ ഇല്ല. ഫർണീസിൽ കോളുണ്ടാ? ഇല്ല. അപ്പം വീടിൻ്റെ അകത്ത് വെച്ച ടോർച്ച് എടുക്കാം. ഞാൻ വീടിൻ്റെ അകത്തും ടോർച്ച് വെച്ചില്ലേ. നമുക്കപ്പം ഒരു ചാർക്കോൾ സ്മെൽറ്റ് ചെയ്യാം. ഗൈസ്. നമുക്ക് അങ്ങനെ ആ ചാർക്കോൾ എടുത്തിട്ട് നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കാം. നമ്മളങ്ങനെ ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോർച്ച് കൊണ്ട് ഇവിടെ വയ്ക്കാം. ഇവിടെ എല്ലാം വയ്ക്കണ്ട, ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ വയ്ക്കാം. അയ്യോ, മണിക്ക് വയ്ക്കാൻ പയ്യ ഇതാണ്. ഇനി ഞാൻ ഈ പാറ്റേണിൽ വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പാറ്റേണിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെയാണെങ്കിൽ പ്ലാങ്ക്സ് ആക്കിയിട്ട് ഇവിടെ വയ്ക്കാം, മതിലിൽ വയ്ക്കാം. നമ്മളങ്ങനെ 25 പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് മതിലായിട്ട് വയ്ക്കാം. റൂഫും നമ്മൾ പ്ലാങ്ക്സ് തന്നെ വയ്ക്കുന്നുണ്ട്. നമ്മളെ പ്ലാങ്ക്സ് കയ്യിലുള്ള പ്ലാങ്ക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇനിയും വുഡുണ്ട്. ഈ വുഡിനെ നമുക്ക് കംപ്ലീറ്റ് പ്ലാങ്ക്സ് ആക്കാം.
നമുക്കിനി ഇതിവിടെ വാളായിട്ടും വയ്ക്കാം. നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്ലാങ്ക്സ് ഇതിൻ്റെ കൂടെ വയ്ക്കും. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പ്ലാങ്ക്സ് വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. എട്ട് ചെസ്റ്റേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഉള്ളത് വെച്ച് ഉണ്ടാക്കാം. ഈ ബാക്കിയുള്ളതും ഉണ്ട്. ഈ ബാക്കിയുള്ളതിനെ ഫുള്ള് നമുക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ട് ഇനി ഉണ്ടാക്കാം. നമ്മളങ്ങനെ 12 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചെസ്റ്റിന് നമുക്ക് എടുത്ത് താഴെ വയ്ക്കാം. ഒരു ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ, ഒരു ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ, ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ. ഇത് നമ്മളെ വാല്യൂ ഉൾപ്പെടുത്തി. ഡബിൾ ചെസ്റ്റ്, നമ്മളിലുള്ള പെട്ടി ഫുള്ളും തിന്ന് ഇനി നമുക്ക് ഇതിനെയൊക്കെ സോർട്ട് ചെയ്യാം. നമ്മളെ വാല്യൂബിൾ പെട്ടി, ഇതിൻ്റെ അകത്ത് നമ്മളെ വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. നമ്മളെ ആ സ്റ്റോറേജിലുള്ള 2 ഡയമണ്ട് ഉണ്ട്. അത് നമ്മളെ വാല്യൂബിളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വാല്യൂബിളായിട്ട് ഡയമണ്ട് ഉണ്ട്. 2 ഡയമണ്ട് ഉണ്ട്, 27 റെഡ് സ്റ്റോണും ഉണ്ട്. രണ്ടിനെയും നമുക്ക് വയ്ക്കാം. ഈ 2 ഡയമണ്ടും റെഡ് സ്റ്റോൺ നമ്മൾ ഫുള്ളും വാല്യൂബിൾ പെട്ടിക്കകത്ത് വെക്കണില്ല. കുറച്ച് വാല്യൂബിൾ പെട്ടിക്ക് 13 വാല്യൂബിൾ പെട്ടിയിലും ബാക്കിയുള്ളത് റെഡ് സ്റ്റോൺ പെട്ടിയിലും. ഇനി അടുത്ത് ഇവിടെ നമുക്ക് ടെമ്പററി ബ്ലോക്സ് വെക്കാം. ഇത് നമുക്കിവിടെ ഡർട്ട് വെക്കാം. ഗ്രാനൈറ്റ് വെക്കാം. സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വെക്കാം. ഇത് നമ്മളെ മോബ് ഡ്രോപ്പിൻ്റെയൊക്കെ പെട്ടി. ഇവിടെ നമുക്ക് ഗൺ പൗഡർ വെക്കാം, റോട്ടൻ ഫ്ലഷ് വെക്കാം, റോ മട്ടൺ വെക്കാം, ബോണും വെക്കാം. അടുത്ത് ഇത് നമ്മളെ വെപ്പൺ പെട്ടി. ഇവിടെ ഇത് വെപ്പൺ പെട്ടി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പിക്കാക്സും ഈ സ്റ്റോണും ഈ വുഡൻ പിക്കാക്സും ഈ ആക്സും വെക്കാം. അങ്ങനെ നമ്മളെ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.